മഴ മുൻപേൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും രോഹിത്തിനും ഹരിക്കും ഒന്നും ഒരിക്കലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. അതോ ഇനി അവർ രക്ഷപ്പെടുവോ? എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. രാജീവും ശിവേട്ടനും കൂടെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു എത്തും പിടിയും ഇല്ലാണ്ടിരിക്കുകയാണ്. ആരെ പിടിക്കണം, എവിടെ പിടിക്കണം എന്നൊരു പിടിയില്ല. അപ്പോഴോ ഇവരുടെ അമ്മമാരോ, അത് പിന്നെ പറയാനുണ്ടോ? കമലയും വൈജയന്തിയും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മോൻ കാരണമാണ് എൻ്റെ മോനും കൂടെ ഇതിൽ പെട്ടതെന്ന് വൈജയന്തി. അപ്പോൾ ഇവിടെ കമല പറയണം, ആര് പറഞ്ഞ്? ഹരി ഇല്ലാണ്ട് എൻ്റെ മോൻ ഇതിൽ ചെന്ന് ചാടാനൊന്നും പോകുന്നില്ല. നിൻ്റെ മോൻ്റെ കാമുകിയല്ലേ ഇതിനകത്ത് വിക്ടിം. അവളെ പ്രണയം നടിച്ച് അവളെ വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് ഇട്ടുകൊടുത്തതല്ലേ നിൻ്റെ മോൻ എന്നും പറഞ്ഞ് രണ്ടമ്മമാരും കൂടെ ഒടുക്കത്തെ അടിയായി അവസാനം ഫോൺ വെച്ചു. എന്തായാലും ഈ സീരിയൽ അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് ഇതിൻ്റെ പോക്കെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ഇന്ന് ഞാൻ വായിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും, ഏഷ്യാനെറ്റിലെ സീരിയൽസ് കാണുന്ന മഴതോരും മുൻപേ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കുറച്ച് പേര് 1-2 കമൻറ്റ് ബിഗ് ബോസിൻ്റെ കാര്യം പറയണം എന്നൊക്കെ. ബിഗ് ബോസിൻ്റെ കാര്യം ഞാൻ മറ്റു ചാനലിലാണേ പറയുന്നത്. ഇതൊരു ഓൾട്ടർനേറ്റീവ് ചാനലാണ്. ഇതിനകത്ത് രേവതി 2.0 ഞാൻ ബിഗ് ബോസ് സമയത്ത് എക്സ്ട്രാ ഷോർട്സ് ഇതിനകത്തിടും. പക്ഷേ ഇപ്പം ബിഗ് ബോസിൻ്റെ കാര്യങ്ങളല്ല, ഞാൻ ബിഗ് ബോസ് മല്ലു ടോക്സിലാണ് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പറയും കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഇന്നലത്തെ എപ്പിസോഡ് കാര്യം രാജീവേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് വൈജയന്തിക്ക് നന്നായിട്ട് കൊടുക്കുന്നതുമെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി പറയുന്നു. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കൊച്ചച്ഛനും ഹരി വന്നപ്പോൾ ഹരിക്കൊരു കുറ്റബോധം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഹരിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് വിഷമമായി എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. രോഹിത്തിനെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. ഹരിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഹരിക്കല്ല കുറ്റബോധം, രോഹിത്തിനാണ് കുറ്റബോധം ഉള്ളത്, സങ്കടം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ടോപ്പ് കമൻസ് വായിച്ചു നോക്കുകയാണെങ്കിൽ വൈജയന്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറഞ്ഞാൽ എൻ്റെ ആങ്ങളമാർ എന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ കുഴിച്ചു മൂടിയേനെന്നാണ് ടോപ്പ് കമൻറ്റ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് എന്തായാലും രാജീവിനോടുള്ള റെസ്പെക്റ്റ് കൂടി, അതാണ് ഏറ്റവും കൂടുതൽ ലൈക്കുള്ള കമൻറ്റ് കേട്ടോ. കാര്യം വൈജയന്തിയോട് കാര്യങ്ങൾ സംസാരിച്ചതിനും നല്ല രീതിയിൽ കൊടുത്തതിനും. അപ്പോൾ ഇതൊക്കെയാണ് കമൻസ് വന്നിരിക്കുന്നത്. പിന്നെ ഇതുവരെ വേറെ ഒരു ഇതും വന്നിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡിനകത്ത് മുത്തശ്ശിയാണ് രാവിലെ എണീറ്റിട്ട് എന്തായി കാര്യം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും കമല ദേഷ്യപ്പെട്ട് വരെയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഇത് എല്ലാം പിന്നെ കുട്ടികൾക്ക് ജാമ്യം കിട്ടിയില്ലെന്നൊന്നും നോക്കണ്ട. വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പോയി കിട്ടി, കുടുംബത്തിൻ്റെ പേര് സത്പേര് എല്ലാം പോയി കിട്ടി എന്നാണ് പറയണത്. അപ്പം മുത്തശ്ശി പറയണത് അലീനയോടും ഇത് തന്നെയല്ലേ അവൻ കാണിച്ചത്, എങ്ങനെ വളരാതിരിക്കും? ഇത് തന്നെയാണ് കാണിച്ചത്, അവൻ്റെ സ്വഭാവം നല്ലതല്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയും. ഇത് കേൾക്കുന്നത് കമലയ്ക്ക് ദേഷ്യം വരും കേട്ടോ. ഭയങ്കരമായിട്ട് കാര്യം സ്വന്തം മക്കളെ നേരെ വളർത്താതെ സ്വന്തം മക്കളുടെ തെറ്റുകൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന വീട്ടുകാർക്ക് ഇത് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അതിൽ വേറെ ഒന്നും കിട്ടത്തില്ല. പക്ഷേ അവർ ഇതൊക്കെ ഒരു പ്രത്യേകത തന്നെയല്ലേ. ഇവരെന്ത് തെറ്റ് ചെയ്താലും എന്തൊക്കെ ഇനി വലിയൊരു ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും അയ്യോ അത് എൻ്റെ മോനാണ്, പാവമാണ് എന്ന് പറയുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകണം. കാര്യം അവരെപ്പോഴും അവരുടെ മക്കളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സംഭവം ഒരാളാണ് ഇതിനകത്ത് കമല എന്ന് പറയുന്നത് കഥാപാത്രം. അപ്പം ഇതിനകത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അന്ന് ആ ഹലീനേനെ എന്തൊക്കെ ബുദ്ധിമുട്ടിച്ചു. അപ്പം ഈ കമല പറയാണ്, കയ്യും കലാശവും കാണിച്ചിട്ടാണ് എൻ്റെ മോൻ അങ്ങനെ പോയത്, ഹരി അങ്ങനെ പോയെന്നാണ് കമല പറയുന്നത് കേട്ടോ. അവൾ തന്നെയാണ് ഇതൊക്കെ ഇറക്കി വിട്ടതെന്ന് എന്തോന്നു ഈ പീഡനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുത്തശ്ശി നേരെ ചൊവ്വേ വളർത്തണം. അപ്പോൾ പിന്നെ നേരെ ചൊവ്വേ വളർത്തണമെന്ന് എൻ്റെ മോൻ മാത്രമല്ലല്ലോ, വേറൊരുത്തിയുടെ മോനും കൂടെ ഉണ്ടല്ലോ, വൈജയന്തിനാണ് പറയുന്നത്. നേരെ ചൊവ്വേ വളർത്തിയായിരുന്നോ? അപ്പോഴത്തേക്ക് ഉടനെ മുത്തശ്ശി ഹരിയുടെ അല്ലേ കൂട്ട്, ഹരിയുടെ കൂട്ട് നിൻ്റെ മോൻ്റെ കൂടെ കൂട്ടായതുകൊണ്ട് അവനും പെട്ട്. അപ്പോൾ ഉടനെ കമല ഇങ്ങനെ ഉറഞ്ഞു തുള്ളിയാണ്. എന്തെന്ന് പറയുന്നത്, സ്വന്തം മോളെ വളർത്തണം നേരെ ചൊവ്വേ. കണ്ടില്ലേ ഇറങ്ങി ഓടിയിട്ട് ഇപ്പോൾ കണ്ട് ആക്സിഡൻറ്റ് വന്ന് കിടക്കണത്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ മതി, നമ്മളാണ് ഇവിടെ പുറത്തിറങ്ങി നടക്കുന്നത്. അപ്പോൾ മുത്തശ്ശി വിധി വന്നാൽ പറയണേ, നല്ല തറവാടായിരുന്നു, എന്ത് ചെയ്യാം എന്ന് പറയുന്നത് കമല തിരിച്ചു നിന്നിട്ട്, നല്ല തറവാടായിരുന്നു, ഒരുത്തി കയറി വന്നതോടെ എല്ലാം മുടിഞ്ഞു. ആര്? അലീന കയറി വന്നതോടുകൂടി എല്ലാം മുത്തശ്ശി ഉദ്ദേശിച്ചത് കമലേനെയാണ്. അപ്പോൾ അലീന വന്നതോടുകൂടി എല്ലാം മുടിഞ്ഞു കിട്ടി. ഓർഫനേജ് അവൾ പൂട്ടിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. അവൾ എന്താണെന്നുള്ളത് ജോൽസിനെ വിളിച്ചിട്ട് നമുക്ക് നോക്കണം, യക്ഷിയാണോ മറുതയാണോ എന്താണെന്നുള്ളത് എന്ന് പറഞ്ഞ് ആ സീൻ അവിടെ പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിറച്ച് നാട്ടുകാരൊക്കെ നിൽക്കണം, കൈകാര്യം ചെയ്യണം, അവനും കിട്ടി ഇറങ്ങട്ടെ. പിന്നെ ഈ കുട്ടിയുടെ വിക്ടിമിൻ്റെ ബന്ധുക്കളൊക്കെയാണെന്ന് തോന്നുന്നു റെഡിയായി നിൽക്കുകയാണ്. സോറി
രാജീവ് ശിവേട്ടും കൂടെ ഇത് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ ആൾക്കൂട്ടമൊക്കെ കണ്ട് പേടിച്ച് വണ്ടി ഒതുക്കി പുറത്തേക്ക് ഇടുകയാണ്. അപ്പം സോറി കേട്ടോ, പോലീസ് വന്നിങ്ങനെ നിൽക്കുകയാണ്. SIയും CI രണ്ടുപേരും വന്നിട്ട് ഇവന്മാരെ ഒരു പ്രശ്നവും കൂടാതെ നമ്മൾ കോടതി എത്തിക്കണം, ആരും കയറി കയ്യേറ്റമൊന്നും ചെയ്യാൻ പാടില്ല, ഒരു പ്രശ്നവും കൂടാതെ ഇവന്മാരെ എത്തിക്കണം. എടേ എന്നെ ഇതൊക്കെ ഇടാൻ പറഞ്ഞു, കറക്റ്റ് ആ ചങ്ങലയെന്ന് വിലങ്ങൊക്കെ ഇടാൻ പറഞ്ഞു. അങ്ങനെ വില ഇടുമ്പോൾ ഹരിയുടെ ഒരു ചോദ്യം അപ്പം പോലീസ് SI ചോദിക്കുകയാണ് എല്ലാ സാധനങ്ങളും എടുത്തോളാം, ഇവിടെ ഉള്ള ഒരു സാധനം ഇവിടെ ഇടാൻ പാടില്ല. അപ്പോൾ ഉടനെ ഹരിയുടെ ചോദ്യം ആ ഫോണൊന്ന് തരുമോ? അത് ഫോണൊന്നുമല്ല, അത് നിൻ്റെ സാധനമൊന്നുമല്ല, അത് സത്യം പറഞ്ഞാൽ അത് തൊണ്ടിയാണ്, അതിന് ആ ഫോൺ വെച്ചിട്ടല്ലേ പീഡനം നിങ്ങൾ വീഡിയോ എടുത്തത്, എന്നിട്ടിപ്പോൾ ഫോൺ ചോദിക്കുന്നു എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറക്കുന്നു. ആൾക്കാരിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവർ ഈ അച്ഛനും കൊച്ചച്ഛനും കൂടെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഈ അടുത്ത സീൻ കാണിക്കുന്നത് ഈ എന്താണ് നമ്മുടെ ആരാണ് വൈജയന്തി ആരെ വിളിക്കുന്നു, കമലേനെ വിളിക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ വൈജയന്തി ഫോണിൽ വിളിച്ചിട്ട് കമല എന്തായി കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യം വല്ലതും ആയോ? അപ്പം കമല എന്തോന്ന് കാര്യം എനിക്കെങ്ങനെ അറിയാം, രാജീവേട്ടനും ശിവേട്ടനും കൂടെ പോയിരിക്കുന്നു, അല്ലാതെ ഞാനെന്തോന്ന് ഇവിടെ വീട്ടിൽ ഇരുന്ന് ഞാനെന്തോന്ന് അറിയാനാണ്? പിന്നെ നിനക്ക് ബാങ്കിൽ കുറേ ആൾക്കാരെ പരിചയമില്ലേ വൈജയന്തി, നിനക്ക് ആ വഴി എന്തെങ്കിലും നോക്കൂടെ? വൈജയന്തി ആരോട് പറയാൻ പറ്റും ഇമ്മാതിരി നാറ്റക്കാര്യങ്ങളൊക്കെ? അപ്പം നാറ്റക്കാര്യമാണെന്ന് അറിയാം, തൊലി ഉരിഞ്ഞു പോകും. ഇവിടെ നേഴ്സുമാരൊക്കെ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടാലേ ഭയങ്കര നാണക്കേടാണ്, ഭയങ്കര മോശമായിട്ടാണ് എന്നെ നോക്കുന്നത് അവർ കേട്ടോ. അപ്പോൾ അവിടെ കമല പിന്നെ നിനക്ക് പരിചയമുള്ള കുറേ ആൾക്കാരില്ല എന്ന് അങ്ങോട്ട് ചോദിക്കുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, വെറുതെ ഒരാവശ്യമില്ല. അപ്പോൾ വൈജയന്തി നിനക്ക് നിൻ്റെ മറ്റേ അമ്മാവനും മറ്റേ ആൾക്കാരൊക്കെ ഇല്ലേ, മറ്റേ അനീനയുടെ ആ കേസ് വന്നപ്പോൾ അവരൊക്കെ അല്ലേ ഇടപെട്ടത്, അവരോടൊന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ കമല ബെസ്റ്റ്, എൻ്റെ അച്ഛനും ആ കൂട്ടരും ഒക്കെ ഈ കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു പോരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബാലചന്ദ്രൻ ആൾക്കാരുണ്ടാവുമല്ലോ കുറേ, അതെന്തായി? അപ്പോൾ വൈജയന്തി അയാളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, മാത്രമല്ല അയാൾ അവനെ ഉപദേശിച്ചുകൊണ്ട് നടന്ന ആളാണ്, അതുകൊണ്ട് അയാളൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഞാനും രോഹിത്തിന് കുറേ അടിയൊക്കെ കൊടുത്തായിരുന്നല്ലോ അനീനയുടെ കാര്യത്തിൽ. അപ്പോൾ എന്തായിരുന്നാലും അവരൊന്നും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമല പിന്നെ എൻ്റെ മോൻ, അപ്പോൾ വൈജയന്തി പറയണം, അപ്പോൾ അപ്പോഴും വഴക്ക് തുടങ്ങുന്നത്, എൻ്റെ മോൻ ഹരി നല്ല കുട്ടിയായിരുന്നു, ഈ രോഹിത്തിൻ്റെ കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെ ആയിത്തീർന്നത്. അപ്പോൾ കമല എൻ്റെ മോൻ പാവം ഹരിയുടെ കൂടിയിട്ടാണ് എൻ്റെ മോൻ രോഹിത്തിൻ്റെ കൂടെ കൂടിയിട്ടാണ് ഈ ഹരി രോഹിത്തും കൺഫ്യൂഷനാണ്. രോഹിത്തിൻ്റെ കൂടെ കൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും. അപ്പോൾ വൈജയന്തി ആര് പറഞ്ഞ് ഹരിയുടെ കാമുകീനെയല്ലേ പീഡിപ്പിച്ചത്? ഹരി നിൻ്റെ മോൻ കാമുകീനെ പറ്റിച്ച് കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്, പത്രത്തിലൊന്നും വായിച്ചില്ലേ? അപ്പോൾ കമലയ്ക്ക് അത് കണ്ടിട്ട് ദേഷ്യം, പണ്ടാരടങ്ങാൻ. എന്തായിരുന്നാലും രോഹിത്തിൻ്റെ ഇതില്ലാണ്ട് എന്താണ് രോഹിത്തിൻ്റെ സപ്പോർട്ടില്ലാണ്ട് എൻ്റെ ഹരിമോൻ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം കണക്കാണ്, രോഹിത്താണെങ്കിലും ഹരിയാണെങ്കിലും. അപ്പോൾ ഉടനെ കമല അതിന് വൈജയന്തി പിന്നെ എൻ്റെ മകൻ കാരണമാണ്, നിൻ്റെ മോൻ കാരണമാണ് എൻ്റെ മകൻ്റെ ഭാവി നശിച്ചത്, നീ കൂടുതലൊന്നും പറയണ്ട, ഉളുപ്പില്ലാതെ വെറുതെ കിടന്ന് വിളിച്ച് പറയല്ലേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അങ്ങ് പോവുകയാണ് വൈജയന്തി. അപ്പോൾ കമല ഫോൺ എടുക്കണ്ടായിരുന്നു, പണ്ടാരം വെറുതെ ഭ്രാന്ത് പിടിക്കുന്നു. ഇത് കഴിഞ്ഞ് ശിവേട്ടൻ്റെ രാജീവേട്ടനും ഇങ്ങനെ ഇരിക്കുകയാണ് കാറിൽ. കോടതി ശിവേട്ടനാണെങ്കിൽ മതിയായി, കാര്യം ഒന്നും ഇല്ലല്ലോ, എവിടെ പോകണമെന്നൊരു പിടിയില്ല, നാണക്കേടായി, മക്കളല്ലേ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കൊച്ച് അല്ലെങ്കിൽ കുടുംബത്തിൽ പിറക്കുന്ന ഓരോ കുട്ടികളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നിച്ചാണ് കേട്ടോ, അല്ലാതെ അമ്മയുടെ മാത്രമോ അച്ഛൻ്റെ മാത്രമോ ഒന്നുമല്ല. പക്ഷേ ഒരാൾ ഇതിനകത്ത് ഇപ്പോൾ അമ്മ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പോക്കാണ്. രണ്ടുപേരും അപ്പോൾ അച്ഛൻ പറയാണ് മോനെ നീ ചെയ്ത തെറ്റാണെന്ന് പറയുമ്പം അമ്മ അത് കൊച്ചിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പണി കിട്ടും. നേരെ മറിച്ച് അമ്മ മോനെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ അച്ഛൻ ആ കുറ്റത്തെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ശിവേട്ട മതിയായി, എന്ത് ചെയ്യും? അപ്പോൾ രാജീവ് എന്തായാലും വക്കീലിനെ കാണണം, നമ്മളിത് കേസ് മുന്നോട്ട് കൊണ്ടുപോയി പറ്റൂ, എന്തായാലും നമ്മൾ നാണം കെട്ട് നാറി. അപ്പോൾ കേസ് അപ്പോൾ ശിവേട്ടൻ എങ്ങനെയെങ്കിലും ഈ ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് ആ ബാലേന്ദ്രൻ ഇതൊന്നും അറിയണ്ട, അവിടെ ഹാർട്ട് അറ്റാക്കും പിടിച്ച് കിടന്നാൽ പോരെ, ഞാൻ എന്തായാലും കോടതിയിലേക്കില്ല. അപ്പോൾ രാജീവ് കോടതിയിൽ ചെന്നേ പറ്റുള്ളൂ, നാട്ടുകാർ കൈവച്ചാൽ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, അതൊന്നും നോക്കണ്ട, നമുക്ക് മാറി നിൽക്കാം, റിമാൻഡ് ചെയ്താലും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ശിവേട്ടൻ പേടിച്ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതിനകത്ത് കുറച്ചൊന്നും ഇതായിട്ടാണ് പോകുന്നത്, അലീനേനെയൊന്നും പിന്നെ മനുവിനെയൊന്നും കാണിക്കുന്ന പോലും ഇല്ല എപ്പിസോഡിലൊന്നും. മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഒരു ട്വിസ്റ്റ് വരുന്ന ഒരു എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.